ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു ثم ഇന്ന അലൈനാ ബയാനഹു. തീർച്ചയായും ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അല്ല, നിങ്ങൾ ക്ഷണികമായ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതും അവയുടെ രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും. ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും. ഏതോ അത്യാപത്ത് അവയെ പിടികൂടാൻ പോകുകയാണ് എന്ന് അവർ വിചാരിക്കും. അല്ല, പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും അത് തന്റെ വേർപാടാണെന്ന് അവൻ വിചാരിക്കുകയും കണങ്കാലുമായി കൂടി പിണയുകയും ചെയ്താൽ അന്ന് നിന്റെ രക്ഷിതാവിങ്കലേക്കായിരിക്കും തെളിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ അവൻ വിശ്വസിച്ചില്ല, അവൻ നമസ്കരിച്ചതുമില്ല, പക്ഷേ അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു. എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി. ശിക്ഷ നിനക്കേറ്റവും അർഹമായതു തന്നെ, നിനക്കേറ്റവും അർഹമായതു തന്നെ, വീണ്ടും നിനക്കേറ്റവും അർഹമായത് തന്നെ, നിനക്കേറ്റവും അർഹമായത് തന്നെ. മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്?